ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്കൊക്കെ നൊസ്റ്റാൾജിയം ഫീൽ വരുന്ന ചിരട്ട കൊണ്ടുള്ള ഒരു മോതിരം എല്ലാവരും ഉണ്ടാക്കി കാണും. ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചിരട്ട വെച്ച് കട്ട് ചെയ്തു, എന്നിട്ടൊരു കുപ്പിയുടെ കഷ്ണം എടുത്ത് തുളച്ച് നന്നായിട്ട് ഒരതിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം. വളരെ റിസ്കി ആയിരുന്നു. അന്ന് കൈക്കൊക്കെ മുറി പറ്റി പല അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്ന് പുനർനിർമ്മിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മെഷീൻ ഉപയോഗിച്ചാണ്. ഡ്രിൽ മെഷീനും അതുപോലെ തന്നെ കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഴയ ആ ഒരു ചിരട്ട മോതിരം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ മറ്റു ചാനലായ മാസ്റ്റർ പീസ് വ്ളോഗ് ഫുഡ് ഐറ്റംസ് ആണ് ചെയ്യാറുള്ളത്, അതും സബ്സ്ക്രൈബ് ചെയ്യുക. മാസ്റ്റർ പീസ് ലൈവ് പ്രമുഖരായ യൂട്യൂബേഴ്സിനെയും അതുപോലെ തന്നെ പല വ്യക്തികളെയും പരിചയപ്പെടുത്തുന്ന മാസ്റ്റർ പീസ് ലൈവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചിരട്ട മോതിരം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചിരട്ട മാത്രം മതി. അപ്പോൾ നമ്മൾ സാധാരണ ചിരട്ട എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന, ഞാനൊക്കെ ഒരു 10-20 വർഷം മുന്നേ ചെയ്തിരുന്ന സിസ്റ്റം അല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയ രീതിയും ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചിരട്ടയാണ്. ചിരട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ആവശ്യമുള്ളത്. ഒരു ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവില്ല. അപ്പം ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതും ഒന്ന് വെള്ളത്തിലിടാതെ വെച്ചതുമാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച ചിരട്ട തന്നെ എടുക്കാം. ഇവിടെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കും. ചിരട്ട എടുത്ത് കല്ലിൽ എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് നല്ലൊരു പീസ്, അത്യാവശ്യം കട്ടിയുള്ള പീസ് എടുത്ത് അത് തുളയിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ കട്ടർ ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിരട്ട എടുത്തു കഴിഞ്ഞു. ചിരട്ട നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ചിരട്ട തന്നെ നോക്കി എടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തതിനു ശേഷം അതിലൊരു ഹോൾ ഇടണം. നമ്മുടെ വിരലിൽ കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള ഹോളാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഡ്രില്ല് ഉപയോഗിച്ച് ചെറിയൊരു ഹോൾ ഇടുകയാണ്. അതിനുശേഷം വലുതാക്കി കൊടുക്കാം. ഇത് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് കുപ്പിയുടെ പൊട്ട് ഉപയോഗിച്ച്, കുപ്പിച്ചില്ല് ഉപയോഗിച്ചായിരുന്നു ഇത് തുളച്ചിരുന്നത്. വളരെ സമയമെടുക്കാറുണ്ട്. ഇതേപോലെ ഒരു ഹോളൊക്കെ ആവണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുത്ത് വീണ്ടും ചെയ്ത് ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ഹോളായി വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രില്ലുള്ളത് കൊണ്ട്, ഇതേപോലെയുള്ള ബിറ്റൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തുളക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതേപോലെ വളരെ സാവകാശം തന്നെ ശ്രദ്ധിച്ച് പൊട്ടാതെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചെങ്കിലും ഇത് പൊട്ടിപ്പോയി. ഇനി നമുക്ക് മറ്റൊരു ചിരട്ട എടുത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഹോൾ ഇട്ടു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മോതിരത്തിൻ്റെ രീതിയിലാക്കണം. അതിനായിട്ട് താഴെ ഭാഗം 2 ഭാഗവും കട്ട് ചെയ്ത് ഒരു റൗണ്ട് രൂപത്തിലാക്കി വെക്കണം. മാക്സിമം കട്ടർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ഈ മെഷീനറി ഒക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്തിരുന്നത്, വല്ല പാറയിലൊക്കെ ഉരസിക്കൊണ്ടേയിരിക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, വീണ്ടും ഉരസിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴൊക്കെ വളരെ റിസ്ക് ഉള്ള ഒരു സമയമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. ആ ഫിനിഷിങ് ആവാൻ വേണ്ടി വളരെയധികം സമയമെടുത്തുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും ഒരു മോതിരം ഉണ്ടാക്കിയെടുക്കാൻ. അതിനുശേഷം മാത്രമാണ് മോതിരം ആവാറുള്ളത്. ഇപ്പോൾ എന്തായാലും ഇതേപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ മോതിരത്തിൻ്റെ രീതിയിലാക്കുക. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഫ്ലാറ്റ് രൂപത്തിൽ നിർത്തണം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം റൗണ്ടിലാക്കി മോതിരത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ അങ്ങനെ ഒരു മോതിരത്തിൻ്റെ ഏകദേശം രൂപമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡുകളും ഒരതി നന്നായിട്ട് ഫിനിഷിങ് ആക്കാനുണ്ട്. അതിനായിട്ട് ഗ്രൈൻഡർ ഉപയോഗിച്ച് തന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേറെ കട്ടിയുള്ള ചിരട്ടകൾ കിട്ടാനുണ്ട്. ഇവിടെ കാണാത്തത് കൊണ്ടാണ് ഇത്രയും കട്ടി, മാക്സിമം കട്ടിയുള്ള ചിരട്ട ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് നമ്മളിത് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ടി കുറച്ചൊരു മോതിരത്തിൻ്റെ ഷേപ്പില്ലാതെ ആക്കുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ട് നൈസായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ഫിനിഷിങ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരിസ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മോതിരം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിലിട്ട് വെക്കുകയാണ് പതിവ്. നന്നായിട്ട് കറുത്ത് വരാൻ വേണ്ടിയാണ്. എത്രത്തോളം എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മോതിരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് പേരൊക്കെ എഴുതാറുണ്ട്. പണ്ടൊക്കെ ഫാൻസിയിൽ ചെയ്യാറുണ്ടായിരുന്നു. സ്കൂളിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പുകളിലൊക്കെ അവർ പേര് എഴുതി തരാറുണ്ടായിരുന്നു. എത്ര പൈസ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി ഒരു മാസമൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചതിന് ശേഷം കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് അതിൽ എഴുതി ചേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ഫീൽ. അന്നത്തെ ഒരു ഇതാണ്. ഇപ്പോൾ എത്രത്തോളം ഇത് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്കായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ അവതരിപ്പിച്ച് തന്നു എന്ന് മാത്രം. ഈ എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു അനുഭവം നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നുണ്ട്. ഒരു ദിവസം ഒഴിവ് ദിവസം ഞാനിതേപോലെ മോതിരം ഉണ്ടാക്കാനായിട്ട് രാവിലെ തന്നെ ഇരുന്നു. അങ്ങനെ അതിൻ്റെ വർക്ക് തുടങ്ങി. അങ്ങനെ ചിരട്ട എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം ചെറിയൊരു ഹോൾ ഇടാനായിട്ട് ആണി കൊണ്ട് ആണിയെടുത്ത് ചെറിയൊരു അടയാളം വെക്കും. അതിനുശേഷം അതിൽ കുപ്പി പൊട്ടിച്ച് അതിൻ്റെ ചില്ലെടുത്ത്, നല്ല കൂർപ്പുള്ള ചില്ലെടുത്ത് വളരെ പതുക്കെ സാവകാശം അത് തിരിച്ച് അങ്ങനെയാണ് ഇത് ഹോളിട്ടിരുന്നത്. അങ്ങനെ ഹോളിട്ടതിന് ശേഷം ഇത് ഫിനിഷിംഗ് ആക്കാൻ വേണ്ടി പാറയിൽ ഒരതി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരതി വൈകുന്നേരം ആയപ്പോഴേക്കും, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു മോതിരത്തിൻ്റെ രൂപം ഏകദേശമായി. അങ്ങനെ ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ഫിനിഷിംഗ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി. സത്യം പറയുകയാണെങ്കിൽ അത്രയും സങ്കടമുള്ള ഒരു സംഭവം ആ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ വിട്ടുകൊടുത്തില്ല കേട്ടോ. പിന്നീടുള്ള ഒരു അവധി ദിവസം തന്നെ അതേപോലെ തന്നെ ഉണ്ടാക്കി. അത് വളരെ വിജയകരമായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ പല തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് വെക്കും. നമ്മൾ വീട്ടിൽ തലയിലിടുന്ന എണ്ണയിൽ ഇട്ട് വെക്കും നന്നായിട്ട് കഴുകിയതിന് ശേഷം. എന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ, നന്നായിട്ട് കറക്കാൻ വേണ്ടി, കറുത്ത് വരാൻ വേണ്ടിയാണ്. അങ്ങനെ കറുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഫാൻസി ഉണ്ടാവും, ഈ ഫാൻസി ഷോപ്പുകളിൽ. ആ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ടൗണിൽ ചെല്ലുമ്പോൾ ആ ഷോപ്പുകൾ ചെന്ന് അന്നൊക്കെ പേര് എഴുതുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് വേണ്ട പേര് അതിൽ എഴുതിയെടുക്കാം. അപ്പോൾ ഗോൾഡ് കളറിൽ, അതേപോലെ പല കളറിലും അവർ എഴുതി തരും. അങ്ങനെ പേര് എഴുതുന്ന ആ ഒരു ഫീൽ ഒക്കെ ഇപ്പോൾ വളരെയധികം ഓർമ്മ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പല അനുഭവങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാവും. രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് പല അനുഭവങ്ങളും ഉണ്ടാവും. രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എനിക്ക് വന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നത്. അതുപോലെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. എടാ, അത് വളരെ കനം കുറഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഇത് രണ്ടും കൂടി കൂട്ടി ജോയിന്റ് ആക്കിയിട്ട് പശിട്ട് റിസ്ക് തന്നെയാണ്. കാര്യം നമുക്ക് വേറെ ചിരട്ട എടുക്കാം. ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഓഫാക്കി ചാർജ് തന്നെ.